അഡീനിയം പ്ലാന്റ് എപ്പോഴും നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കാമെന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യം തന്നെയാണ് കേട്ടോ. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും എൻ്റെ അഡീനിയം പ്ലാന്റുകൾ മഴ സമയങ്ങളിൽ കൂടുതലായിട്ട് അഴുകി പോകാറുണ്ട്. അതെന്താണെന്ന് പലപ്പോഴും ഞാനിങ്ങനെ ശ്രദ്ധിക്കാറുണ്ട്. കാരണം ഓരോ പ്രാവശ്യവും ഞാൻ പുതിയ പുതിയ പോട്ട് മിക്സാണ് തയ്യാറാക്കി വെക്കുന്നത്. അപ്പോൾ പഴയ ഇരിക്കുന്നതായ ആ ചെടികളാണ് കൂടുതലായിട്ടും അഴുകൽ സംഭവിക്കുന്നത്. അതെന്താണെന്ന് ചോദിച്ചാൽ ഒത്തിരി പശപ്പുള്ള മണ്ണുകളും ഒത്തിരി ചാണകപ്പൊടിയും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൂടുതലായിട്ട് ഞാൻ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. പക്ഷേ ഇവർ വളർന്നു വരുന്ന സമയങ്ങളിൽ അതുകൊണ്ട് നല്ല പൂക്കളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും, നല്ല ഹെൽത്തി ആയിട്ട് വളരുകയൊക്കെ ചെയ്യും. പക്ഷേ കാലക്രമേണ ആ പൊട്ടൻ മിക്സ് മാറിയില്ല എങ്കിൽ പെട്ടെന്ന് ഇതിൽ കീടബാധ ഏൽക്കാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ ഈ പ്ലാന്റും ഒത്തിരി വർഷങ്ങളായി എൻ്റെ അഡീനിയം പ്ലാന്റുകളിൽ ഉള്ളൊരു പ്ലാന്റാണ്. ഇതിനൊരു 19-20 വർഷത്തെ പഴക്കം ഉണ്ട് ഈ പ്ലാന്റിന്. ഇതിൻ്റെ കോഡക്സൊക്കെ കണ്ടോ, എത്ര നല്ല ഭംഗിയായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് കണ്ടാൽ ഇപ്പോൾ കണ്ടാൽ ഇതിന് യാതൊരു പ്രശ്നവും തോന്നത്തില്ല. പക്ഷേ ഞാൻ കഴിഞ്ഞ ദിവസം ഈ പ്ലാന്റിൻ്റെ അടുക്ക വന്നപ്പോഴത്തേക്ക് ഇത് തൊട്ടപ്പോൾ എനിക്ക് എന്തോ ഇതിന് നല്ല ജീവനില്ലാത്തതുപോലെ തോന്നി. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇലകളൊന്നും ഇതിന് വരുന്നില്ല, പുതിയ തളിരുകൾ വരുന്നില്ല. മറ്റുള്ള അഡീനിയം പ്ലാന്റുകൾ നന്നായിട്ട് വരുന്നുണ്ട്. പക്ഷേ ഇതിന് എന്തോ ഒരു വ്യത്യാസം പറ്റിയതുപോലെ. എന്നിരുന്നാലും ഇതൊന്ന് നമുക്ക് പിഴുതെടുത്ത് നോക്കാമെന്നുള്ള ഇതായി. ഞാനതൊന്ന് പിഴുത് നോക്കിയപ്പോൾ അതിൻ്റെ കോഡക്സ് മുഴുവനും അഴുകിപ്പോയിരിക്കുക. പക്ഷെ പുറമേ നമുക്കൊന്നും കാണാനില്ല. നല്ല അടിപൊളി പ്ലാന്റാണ്. ഇതിൽ പൂ വിരിഞ്ഞാൽ ഭയങ്കര രസമാണ്, കുട പോലെയാണ് നിൽക്കുന്നത്. ഞാൻ ഒത്തിരി വീഡിയോ ഇതിൻ്റെ ചെയ്തിട്ടുണ്ട് മുന്നേ. അപ്പോഴേ ഈ അഡീനിയം പ്ലാന്റിന് സംഭവിച്ച കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. എന്തായാലും ഈ പ്ലാന്റ് പെട്ടെന്നൊന്നും അഴുകിപ്പോയതല്ല. കാലക്രമേണ ഒരു 1-1.5 മാസത്തെ പഴക്കത്തിലാണ് ഇതിപ്പം അഴുകിപ്പോയത്. അതിന് മുമ്പ് ഒരു പക്ഷേങ്കിൽ കേടായി തുടങ്ങിയിട്ടുണ്ടായിരിക്കാം, നമ്മൾ അറിയാതെ പോയിരുന്ന. അപ്പോൾ ഇതിൻ്റെ വളർച്ച മുരടിക്കുമ്പോഴേ നമ്മൾ ശ്രദ്ധിച്ചോണം. ഒന്നിൽ ഈ പ്ലാന്റിന് എന്തെങ്കിലും കേടുകൾ വന്നിട്ടുണ്ട്, കോഡക്സ് അഴുകാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിക്കണം. അതൊക്കെ പഠിച്ചു വരുമ്പോഴത്തേക്ക് സമയം ഒത്തിരി വൈകിപ്പോയായിരുന്നു. അതുകൊണ്ടാണ് ഒത്തിരി പ്ലാന്റുകൾ നമ്മുടെ അഴുകി പോകുന്നത്. ഇതിപ്പം ഞാൻ ഇതിൻ്റെ കുറച്ച് കമ്പുകളൊക്കെ വെട്ടി നോക്കിയിട്ടും ഇതിന് കാര്യമായിട്ടുള്ള ഒരു വളർച്ച ഉണ്ടാകാഞ്ഞത് കൊണ്ടാണ് പെട്ടെന്ന് പിന്നെ എനിക്കിങ്ങനെ തോന്നിയത് ഇതൊന്ന് പിഴുതു മാറ്റാമെന്ന്. കാരണം ഈ പ്രാവശ്യം ഇഷ്ടം പോലെ പൂക്കളുണ്ടായി, ഒത്തിരി വിത്തുകൾ ഈ പ്രാവശ്യം നമുക്ക് ഈ പ്ലാന്റിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോഴേ അത്ര നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പ്ലാന്റായിരുന്നു ഇത്. ഇതിൻ്റെ ചുവട് മുഴുവനായിട്ടും നശിച്ചു പോയായിരുന്നു. ഇത് നമുക്കൊന്നിനി ക്ലീൻ ചെയ്ത് നോക്കാം, എവിടെ വരെയുണ്ട്, ഇത് രക്ഷപ്പെട്ട് കിട്ടുമോ എന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം. ഇത് ഇച്ചിരി പഴക്കമുള്ള അഡീനിയം ആയതുകൊണ്ട് സാധാ ബ്ലേഡും കൊണ്ടോ ചെറിയ കത്തിയും കൊണ്ടൊന്നും ഇത് മുറിച്ചെടുക്കാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് നല്ലതായിട്ടുള്ള ഒരു കത്തി വേണമായിരുന്നു. അതിന് കത്തി നല്ലതായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ട് നല്ലതായിട്ട് തേച്ച് മൂർച്ചയൊക്കെ വരുത്തി നല്ല സൂപ്പർ ഒരു കത്തിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പെട്ടെന്ന് ഇത് മുറിയണം, നല്ലതായിട്ട് ചെത്തുമ്പം നല്ലതായിട്ട് തന്നെ വരണം. അതിന് വേണ്ടിയിട്ട് ഞാനിത് നല്ല മൂർച്ചയുള്ളൊരു കത്തിയാണ് എടുത്തിരിക്കുന്നത്. ഇത് ചെത്തിയെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് കേട്ടോ, നല്ല പ്രയാസമായിരുന്നു, നല്ല കട്ടിയായിരുന്നു, നല്ല ബലം പിടിച്ചാണ് ഇത് ക്ലീൻ ചെയ്ത് എടുത്തത്. എന്നിരുന്നാലും ഇത് ക്ലീൻ ചെയ്തിട്ടൊന്നും പറ്റുന്നില്ല. നല്ലതായിട്ട് ഇത് മുറിച്ച് കളഞ്ഞാൽ ഇതിൻ്റെ ചൂടുവശം നല്ലതായിട്ട് ചെത്തി വൃത്തിയാക്കി എടുക്കണം. അതുപോലെ ഇത് മുഴുവനും അങ്ങ് കേടായിപ്പോയി. എത്രയും ഭാഗം വരെ കേടുണ്ടോ അത്രയും ഭാഗം വരെ നന്നായിട്ടിത് ചെത്തിക്കളഞ്ഞ് ക്ലീൻ ചെയ്യണം. എന്നിട്ട് നല്ലതായിട്ട് അകത്തെ മുഴുവനായിട്ട് സാഫ് പുരട്ടണം. അപ്പോഴേ ഞാനത് മുഴുവനായിട്ടൊന്ന് മുറിച്ച് കളഞ്ഞ് മുഴുവനും നല്ല വൃത്തിക്ക് ചിരണ്ടി എടുത്തതിന് ശേഷം എല്ലാം കളഞ്ഞതിന് ശേഷം നല്ലതായിട്ട് ചെത്തിയിട്ട് അവിടെ ഇച്ചിരി നല്ല കട്ടിക്കെടുത്ത് സാഫ് പുരട്ടി കൊടുത്തു. എന്നിട്ട് ഇത് ഞാൻ ഇന്ന് തന്നെ ഒന്നും കുഴിച്ച് വെക്കുന്നില്ല. 2-3 ദിവസം കഴിഞ്ഞിട്ട് ഇത് നല്ലതായിട്ട് ഒന്ന് ഉണങ്ങി ഇത് സെറ്റായി കഴിഞ്ഞിട്ട് മാത്രമേ ഞാൻ കുഴിച്ച് വെക്കുന്നുള്ളൂ. അതുവരെ ഇത് നല്ലതായിട്ട് സാഫൊക്കെ പുരട്ടി അടുത്ത് മാറ്റി വെച്ചേക്കുക. 2 വർഷം 2.5 വർഷമൊക്കെ ആകുമ്പോഴത്തേക്ക് റിപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നതായിരുന്നു. പക്ഷേ എനിക്ക് പറ്റിപ്പോയ അബദ്ധം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ ചെറിയ ചെറിയ കുഴികൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ രൂപാന്തരപ്പെടും. അത് നമ്മൾ വീണ്ടും ആ കോഡക്സ് പൊക്കി വെക്കുമ്പോൾ അത് നല്ലതായിട്ട് കാലക്രമേണ അതിൻ്റെ പുറത്തെ ആ തൊലിയൊക്കെ പോയി കഴിയുമ്പോഴത്തേക്ക് അവിടെ ചെറിയ കുഴികൾ പോലെ രൂപപ്പെട്ടിട്ട് നമ്മൾ ഒഴിക്കുന്ന വളവും വെള്ളവും അങ്ങനെയൊക്കെ ഉള്ളതായ എല്ലാ കാര്യങ്ങളും ഈ കുഴിയിലോട്ട് വന്ന് വീണ് കിടന്നിട്ട് അതിൻ്റെ കോഡക്സ് അങ്ങ് അഴുകും.
എനിക്ക് തോന്നുന്നു ഇത് അങ്ങനെ ഉള്ളൊരു സംഭവം വന്നു പോയതാണെന്ന് തോന്നുന്നു. അങ്ങനെ ഇതിൻ്റെ കോഡെക്സ് മുഴുവനും അഴുകിപ്പോയതാണ്. പക്ഷേ നമ്മളത് സാധാരണ ശ്രദ്ധിക്കാറില്ല. നമ്മൾ അഡീനിയം എടുത്ത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിൽ എന്തെല്ലാം മുറിവുകളുണ്ട്, ആ മുറിവുകൾ കേടുണ്ടെങ്കിൽ അവിടെ നന്നായിട്ട് ചെറിയതാണെങ്കിൽ പോലും നല്ലതായിട്ട് വൃത്തിയാക്കി അവിടെ ക്ലീൻ ചെയ്തിട്ട് സാഫ് പുരട്ടി കൊടുത്തതിന് ശേഷം മാത്രമേ റിപ്പോർട്ട് ചെയ്യാവൂ. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ അത് ശ്രദ്ധിക്കാതെ പോകുന്നത് കൊണ്ടാണ് കൂടുതലും ഈ അഡീനിയത്തിൻ്റെ കോഡെക്സ് കൂടുതൽ അഴുകി പോകുന്നതായിട്ട് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത് കേട്ടോ. അപ്പം പിന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പം അധികം ചാണകപ്പൊടിയോ അങ്ങനെയുള്ള ഒത്തിരി കീടങ്ങളുള്ളതായ വളങ്ങളൊന്നും ഉപയോഗിക്കാതെ കഴിവതും മണ്ണിലോ ചകിരിച്ചോറിലോ തന്നെ, മണ്ണെന്ന് ഉദ്ദേശിച്ച് ചരലോട് കൂടിയ മണലാണ്, അതിനകത്തോട്ട് റിപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉചിതം. കണ്ടോ ഈ പ്ലാന്റിൻ്റെ ഒരു ദുരവസ്ഥ കണ്ടോ? ഇത് മുഴുവനും അഴുകിപ്പോയി. എന്നിട്ടും ഇത് പൂവിടുന്നുണ്ടായിരുന്നു, നല്ല വിത്തുകളൊക്കെ തരുന്നുണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഇത് 1 മാസമോ 2 മാസം കൊണ്ടൊന്നും അല്ല, കുറേശ്ശെ ഇത് കേടായി വന്ന് ഇങ്ങനെ അങ്ങ് 3 മാസത്തിലേറെയായി കാണുമായിരിക്കും. അല്ലെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ ഉള്ളൊരവസ്ഥ വരത്തില്ല. അപ്പോൾ ഞാനിത് മുഴുവനും ഇങ്ങനെ ചെത്തി എടുത്തിട്ട് അതിൻ്റെ ഒരു കമ്പ് 3 നല്ല ശിഖരങ്ങളായിരുന്നു മുകളിലോട്ട് പോയിരുന്നത്. അതിൽ ഒരു കമ്പ് പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടിരിക്കുക. അത് ഞാൻ പിന്നെ അങ്ങ് മുറിച്ചങ്ങ് മാറ്റി. പിന്നെ അത് ചെത്തി ഇങ്ങനെ വന്നപ്പോൾ അല്പം ഇച്ചിരി വേര് കിട്ടി. ഇനി ഈ അടീനത്തിന് വേരില്ലെങ്കിലും നമ്മൾ നന്നായിട്ട് സാഫൊക്കെ പുരട്ടി അത് മുഴുവൻ മുറിച്ച് കളഞ്ഞാലും നല്ലതായിട്ട് ഉണ്ടാവും. എന്നാലും ഞാൻ എന്തെങ്കിലും ഒരു വെറൈറ്റി അടീനമായിട്ട് ചിലപ്പോൾ ഒരു പക്ഷേങ്കിൽ ഇനി ഈ അടീനം വളർന്നു വന്നാൽ കാണാൻ അതിൻ്റെ കോഡെക്സ് നല്ല ഭംഗിയിൽ എടുക്കാം എന്നുള്ള ഉദ്ദേശത്തിൽ ആ ചെറിയ വേര് അവിടെ നിർത്തിക്കൊണ്ട് അതിൻ്റെ മുഴുവൻ ഭാഗങ്ങളും നല്ലതായിട്ട് ചെത്തി വെടിപ്പാക്കി, നല്ല ക്ലീനാക്കി. കാരണം ഇനിയും ഒരു ഇപ്പം ഉണ്ടായിരുന്ന അവസ്ഥയിൽ നിന്ന് മുഴുവനും നമ്മളത് വൃത്തിയാക്കി നല്ലതായിട്ട് അതിൻ്റെ പുറത്ത് മുഴുവനും സാഫ് തേച്ച് കൊടുത്തു നല്ലതായിട്ട്. അത് നല്ല കട്ടിക്ക് അതങ്ങ് തേച്ച് കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് അത് നല്ലതായിട്ട് അവിടെ പിടിച്ച് ഇരിക്കും. അങ്ങനെ അത് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പണ്ടേ എനിക്കിതുപോലെ ഒരു അഡീനിയം പ്ലാന്റ് ഉണ്ടായിരുന്നു, ഇതുപോലെ കേടായത്. ഒരു ദിവസം ഞാൻ ഒത്തിരി കാലങ്ങൾക്ക് മുമ്പെയാണ്, എനിക്ക് അഡീനിയത്തെക്കുറിച്ചൊന്നും കൂടുതലായിട്ട് കാര്യങ്ങളൊന്നും അറിയത്തില്ല. ആ സമയത്ത് ഞാൻ ഈ അഡീനിയം പ്ലാന്റ് എന്ത് ചെയ്യുന്നറിയാമോ, പറിച്ചിട്ട് ഭയങ്കര ഈ അഴുകിയ പ്ലാന്റിന് ഭയങ്കര നാറ്റമാണ് കേട്ടോ. നമ്മുടെ കൈക്ക് ഒക്കെ പറ്റിക്കഴിഞ്ഞാൽ ഭയങ്കര നാറ്റം ഉണ്ടാകും. അതുകൊണ്ട് ഞാനിത് പിഴുതെടുത്തപ്പോൾ തന്നെ ഭയങ്കര നാറ്റമായിരുന്നു. ഞാനിതെടുത്ത് ദൂരോട്ടങ്ങ് കളഞ്ഞു. എന്നാൽ നല്ല ഉണക്കമുള്ളൊരു സമയമായിരുന്നു. എന്നാൽ ആ പറമ്പിൽ അത് വലിച്ചെറിഞ്ഞ് ആ സ്ഥലത്ത് തന്നെ കിടന്ന് അത് നല്ലതായിട്ട് കിളുത്തായിരുന്നു. പിന്നീടത് ഒത്തിരി കാലം നല്ല പൂക്കൾ തന്ന ഒരു പ്ലാന്റായിരുന്നു കേട്ടോ. പിന്നീട് അതങ്ങ് നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ അടീനത്തിൻ്റെ ഒരു സ്വഭാവം ഞാനത് പറയാം, നമ്മൾ ക്ലീൻ ചെയ്ത് കൊടുത്താൽ ഒരിക്കലും അത് നഷ്ടപ്പെടത്തില്ല. ക്ലീൻ ചെയ്യാഞ്ഞിട്ട് പോലും അത് ആ കിടന്ന് നല്ല വെയിലത്തായിരുന്നു അത് കിടന്ന്, അങ്ങനെ അതിൻ്റെ കീടങ്ങളെല്ലാം ചത്തുപോയതായിരിക്കും. മണ്ണിൻ്റെ പുറത്ത് തന്നെ കിടന്ന് അത് നല്ലതായിട്ട് കിളിർത്തായിരുന്നു. അപ്പോൾ അടീനം നമ്മൾ ഇച്ചിരിയുടെ നല്ല സംരക്ഷണം കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അടീനം നല്ലതായിട്ട് തന്നെ കിളിർത്ത് വരും. അങ്ങനെ ഒരു അനുഭവം എനിക്കുള്ളത് കൊണ്ട് എനിക്ക് ഈ അടീനിയത്തെ ഒത്തിരി ഇഷ്ടമായി കേട്ടോ. അതിൽ പിന്നെ ഞാൻ എത്ര ബത്തപ്പാടെടുത്താണേലും അടീനിയത്തെ രക്ഷപ്പെടുത്തി എടുക്കാറുണ്ട്. ഇത് ചെയ്യുമ്പം കയ്യിൽ ഗ്ലൗസോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വേണം അത് ചെയ്യാനായിട്ട്. അതുമല്ല ഈ സാഫൊക്കെ ചില ആൾക്കാർക്ക് അത് അലർജിയൊക്കെയാണ് നഖത്തിലൊക്കെ വീണാൽ. അതുകൊണ്ട് അതൊക്കെ സുരക്ഷിതമായിട്ട് വേണം കാര്യങ്ങളൊക്കെ നമ്മൾ കൈകാര്യം ചെയ്യാൻ. എനിക്കത് വലിയ വിഷയമില്ലാത്തത് കൊണ്ടാണ് ഞാനിങ്ങനെയൊക്കെ അങ്ങ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അടീനിയത്തെ ഏത് വിധേനയും നമുക്ക് രക്ഷപ്പെടുത്തി എടുക്കാൻ പറ്റുമോ എന്ന് നോക്കാം. വീഡിയോ എടുത്തപ്പോഴേ കുറച്ച് ഭാഗങ്ങളൊക്കെ ക്ലിയർ ആകാനുണ്ട് കേട്ടോ. അപ്പം സദയം ക്ഷമിക്കുക. പിന്നെ ഇപ്പം പൂർണ്ണമായിട്ടും നല്ലതായിട്ട് സാഫൊക്കെ പുരട്ടി ഇത് കുറച്ച് ദിവസത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാറ്റി വെക്കും നല്ലതായിട്ട് ഉണങ്ങിയിട്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പം മഴയൊക്കെ അല്ലേ, അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. അതുകൊണ്ട് അതങ്ങനെ വെച്ചതിന് ശേഷം 2-3 ദിവസം കഴിഞ്ഞ് ഞാനത് മണ്ണിൻ്റെ അകത്താണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അല്പം സാഫ് ഇട്ട് കൊടുക്കുന്നതേ ഉള്ളൂ, അല്പം ചകിരിച്ചോറും. എന്നിട്ട് ഇത് വളർന്നു വരുമോ ഇല്ലയോ എന്നൊക്കെ അറിഞ്ഞിട്ട് വേണം പിന്നെ വളം ആദ്യം ചെറുതായിട്ട് ചെറിയ രീതിയിൽ ലിക്വിഡായിട്ടൊക്കെ ചെയ്ത് വേണം പിന്നെ ഇത് നല്ലതായിട്ട് വളമൊക്കെ ചെയ്ത് നല്ലൊരു പ്ലാന്റ് ആക്കിയെടുക്കാനായിട്ട്. ഇതൊക്കെ സർവ്വസാധാരണ, എപ്പോഴും ഇതൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിക്കും. പക്ഷേ
ഇത്രയും നാൾ നമ്മളോട് കൂടെയുള്ള ഒരു പ്ലാന്റിന് ഇങ്ങനെയൊരു അവസ്ഥ വരുമ്പോഴത്തേക്ക് ഭയങ്കര സങ്കടം കേട്ടോ. അതിനെ നമുക്ക് കൈവിട്ട് കളയാനായിട്ട് തോന്നത്തില്ല. അതുകൊണ്ടാണ് എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെടുത്തി എടുക്കാം എന്നുള്ള ഒരു രീതിയിൽ ഇതിനു വേണ്ടി മെനക്കെടുന്നത്. അപ്പം എനിക്ക് ഇതിനോട് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. ഇതിനെ ഇങ്ങനെ സംരക്ഷിക്കുന്നതും ഈ രീതിയിലാക്കി എടുക്കുന്നതൊക്കെ ഒത്തിരി ഇഷ്ടമാണ്. പിന്നീട് അതിനെക്കുറിച്ച് പറയാനും വലിയ ഇഷ്ടമാണ്. അതുകൊണ്ടൊക്കെയാണ് ഞാനിത് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോഴിതാ അടിയന്യത്തെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോഴടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.